നമസ്കാരം. ഞാൻ ഷാജിത്ത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വെച്ച് ഭക്ഷണം ഗ്യാസ്ട്രിക് ജ്യൂസും ഡൈജസ്റ്റീവ് എൻസൈംസുമായി മിക്സ് ചെയ്ത് ഡൈജസ്റ്റ് ആവുകയും അതിലെ ന്യൂട്രിയൻസ്, വാട്ടർ, ഇലക്ട്രോലൈറ്റ്സ് ഇവ ആഗിരണം ചെയ്യപ്പെടുകയും ബാക്കിയാവുന്ന വേസ്റ്റ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആക്സസറി ഓർഗൻസ് എന്നറിയപ്പെടുന്ന ലിവർ, പാൻക്രിയാസ്, ഗാൽ ബ്ലാഡർ എന്നിവയിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന എൻസൈംസ് ഡൈജഷനെ സഹായിക്കുന്നു. പറയുമ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോകാമെങ്കിലും ഈ ഓരോ അവയവങ്ങളുടെയും ഘടനയും പ്രവർത്തനവും വളരെ സങ്കീർണവും വിവിധ അവയവങ്ങൾ, എൻസൈമുകൾ, ഹോർമോണുകൾ എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനവുമാണ് ദഹന പ്രക്രിയ പൂർണ്ണമാക്കുന്നത്. ഇവ കൂടാതെ ഭക്ഷണം ദഹിച്ച് പോഷകങ്ങളെല്ലാം ആഗിരണം ചെയ്യപ്പെടുന്നതിന് നമ്മളെ സഹായിക്കാൻ സൂക്ഷ്മാണുക്കളുടെ വലിയൊരു ലോകം തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുണ്ട്. അതിനെ മൈക്രോബയോട്ട എന്നാണ് പറയുന്നത്. ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളും പാരസൈറ്റ്സും ഒക്കെയുള്ള വലിയൊരു ലോകമാണത്. ഇതിൻ്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ അത് 100 ട്രില്യണിലധികം, അതായത് 100 ലക്ഷം കോടിയിലധികം നമ്മുടെ ഓരോ ആളുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ശരീരത്തിൽ എന്തിനാണ് ഇത്രയും മൈക്രോ ഓർഗാനിസംസ്? നാം കഴിക്കുന്ന ആഹാരത്തിലെ ന്യൂട്രിയൻസ് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനും അതിനു പുറമെ ഇവ നമുക്ക് ആവശ്യമുള്ള ചില വിറ്റമിനുകളും ഉൽപ്പാദിപ്പിക്കുകയും കൂടാതെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും ഇവ സഹായിക്കുന്നു. അങ്ങനെ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഈ മൈക്രോബയോട്ടയുടെ കോളനി വളരെ അത്യാവശ്യമാണ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നൊക്കെ കേൾക്കുമ്പോൾ പൊതുവേ നമുക്ക് പേടിയാണ്, പ്രത്യേകിച്ചും ഈ കോവിഡൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത്. ഇത്തരത്തിലുള്ള എല്ലാം ഉപദ്രവകാരികളാണ് എന്നാണ് നമുക്ക് പെട്ടെന്ന് തോന്നുക. പക്ഷേ ഭൂമിയിലുള്ള മൊത്തം സൂക്ഷ്മജീവികളുടെ 1% വളരെ താഴെ മാത്രമേ നമുക്ക് ഉപദ്രവകാരികളായിട്ട് ഉള്ളൂ. ഇവയെ നമ്മൾ പാത്തജൻസ് എന്നാണ് വിളിക്കുക. ബാക്കിയുള്ളവയെല്ലാം നിരുപദ്രവകാരികളോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നവയോ ആണ്. ഞാനിതൊക്കെ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ വളരെ സാധാരണയായി കേൾക്കാറുള്ള ആരോഗ്യത്തോടെ ഇരിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് സാധാരണയായി കേൾക്കാറുള്ള ഡീടോക്സിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കാനാണ്. നിങ്ങൾ വെയിറ്റ് ലോസിനെ കുറിച്ചോ യോഗയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സകരുടെ അടുത്ത് നാച്ചുറോപ്പതി ഏതെങ്കിലും ചികിത്സയ്ക്ക് പോകുമ്പോഴോ നിർബന്ധമായും കേൾക്കുന്ന ഒന്നാണ് ഡീടോക്സ്. പ്രകൃതി ചികിത്സകരുടെ ഒരു മെയിൻ പ്രോസസ്സ് കൂടിയാണ് ഡീടോക്സിഫിക്കേഷൻ. ഇവരിൽ ചിലരൊക്കെ നമ്മുടെ ഗട്ടിലും കോളനിലും എല്ലാം നിറയെ കൊഴുപ്പുകളും വേസ്റ്റും അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുമെന്നും ഡീടോക്സിഫിക്കേഷനിലൂടെ ഇതെല്ലാം ക്ലീൻ ചെയ്താൽ പിന്നീട് നന്നായി ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ നടക്കുമെന്നും വെയിറ്റ് ലോസ് ഉണ്ടാകുമെന്നും മൂഡും ഇമ്മ്യൂണിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആകുമെന്നൊക്കെ പറയാറുണ്ട്. 2 വിധത്തിലാണ് ഗട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവർ സജസ്റ്റ് ചെയ്യുന്നത്. ഒന്നുകിൽ എനീമ അല്ലെങ്കിൽ കൊളോണിക് ഇറിഗേഷൻ. എനീമയും കൊളോണിക് ഇറിഗേഷനും ഏകദേശം ഒരുപോലെയാണെങ്കിലും എനീമയിലൂടെ റെക്ടം ആൻഡ് സിഗ്മോയിഡ് ഏരിയ, അതായത് ഒരു 1 ഫീറ്റോളം ക്ലീൻ ചെയ്യുമ്പോൾ കൊളോണിക് ഇറിഗേഷനിലൂടെ കംപ്ലീറ്റ് കോളനും, അതായത് അബൌട്ട് 5 ഫീറ്റുമാണ് ക്ലീൻ ചെയ്യുക. നമ്മുടെ വീടുകളിലൊക്കെയുള്ള ഡ്രെയിനേജ് പൈപ്പുകൾ പോലെയാണ് നമ്മുടെ കോളൻ എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല ഇവരിത് നമ്മളോടൊക്കെ ചെയ്യാൻ പറയുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ഉപയോഗവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കോളൻ ക്ലെൻസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ മൈക്രോബയോട്ട കോളനിയുടെ നല്ലൊരു ഭാഗവും വാഷ് ഔട്ട് ചെയ്തു പോവുകയും അതിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഇത് ഫ്രീക്വൻ്റായി ചെയ്യുന്നതിലൂടെ കോളൻ ടിഷ്യൂ ഡാമേജ്, ബ്ലോട്ടിംഗ്, ക്രാമ്പിംഗ്, വേഴ്സൻറ്റ് കോൺസ്റ്റിപ്പേഷൻ, ഡീഹൈഡ്രേഷൻ, ഇലക്ട്രോലൈറ്റ് ഇൻബാലൻസ്, വിറ്റമിൻ ആൻഡ് മിനറൽ ഡെഫിഷ്യൻസീസ് തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. ഒരർത്ഥത്തിൽ ആരോഗ്യം നന്നാവുമെന്ന് കരുതി ചെയ്യുന്നവ നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും നിങ്ങളുടെ ആരോഗ്യവും പണവും സമയവും ഒക്കെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ എക്സ്റേ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചില സർജറിയുടെ ഭാഗമായിട്ടോ കോളൻ ക്ലെൻസിങ് ചെയ്യാറുണ്ട്. ഇത് ഒരു തവണ ആ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുപോലെയല്ല ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഡീടോക്സ് ചെയ്യാനാണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഗട്ട് ക്ലീൻ ചെയ്യാൻ പറയുന്നത്. ഇതുകൂടാണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻസും കെമിക്കൽസും എല്ലാം പല ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നും അതാണ് നമ്മുടെ പല അസുഖങ്ങളുടെയും കാരണമെന്നും അവ നീക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാമെന്നൊക്കെ പറഞ്ഞ് ആയുർവേദ, യോഗ, പ്രകൃതി ചികിത്സ ഇവരെല്ലാം ചേർന്ന് ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും മറ്റും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിലെത്തുന്ന കീടനാശിനികൾ, വായുവിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും ഉള്ളിലെത്തുന്ന മാലിന്യങ്ങൾ, കൂടാതെ നാം ദിവസേന ഇടപഴകുന്ന പലതരം കെമിക്കൽസ്, ഇങ്ങനെ പല വഴികളിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്ന ടോക്സിൻസും കെമിക്കൽസും പുറത്തു പോകാതെ നമ്മുടെ ശരീരത്തിനകത്ത് കുടുങ്ങിക്കിടക്കുകയും അവ പിന്നീട് നമ്മുടെ പല അസുഖങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവ ക്ലെൻസ് ചെയ്യണമെന്ന് പറഞ്ഞു തുടങ്ങുന്നു ഇവരുടെ തിയറി.
മിക്കവാറും എല്ലാ വീഡിയോസും ഈ ഒരു കണ്ടൻറ്റ് വെച്ചിട്ടായിരിക്കും അവർ തുടങ്ങുന്നുണ്ടാവുക. ഡീടോക്സിഫിക്കേഷൻ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ്സിൻ്റെ വലിയൊരു ലിസ്റ്റ് തന്നെ ആ വീഡിയോയിൽ അവർ നമുക്കായിട്ട് പറഞ്ഞുതരും. വെയിറ്റ് ലോസ്, വയറ് കുറക്കൽ, ചർമ്മം ഗ്ലോ ആവാൻ, ഉന്മേഷം കിട്ടാൻ, യങ്ങായിരിക്കാൻ വേണ്ടിയിട്ട്, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ, ഫാറ്റി ലിവർ ഇല്ലാതാക്കാൻ, നല്ല ഉറക്കം കിട്ടാൻ, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, അങ്ങനെ വലിയൊരു ലിസ്റ്റായിരിക്കും അവർ നമുക്ക് തരുന്നത്. ഇതിനു വേണ്ടി അവർ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിനേക്കാൾ രസമാണ്. ഡീടോക്സ് ഡയറ്റ്, ഡീടോക്സ് സപ്ലിമെൻറ്റ്സ്, ഡീടോക്സ് വാട്ടർ, ഡീടോക്സ് ജ്യൂസ്, ഡീടോക്സ് തെറപ്പി, ഗ്രീൻ ടീ, ഡീടോക്സ് ഫുഡ് പാഡ്, അത് കാലിൽ ഒട്ടിക്കുന്നൊരു പാഡ്, പിന്നെ ഉപവാസം, വേർപ്പിക്കൽ, സ്വേദനം തുടങ്ങി ആയുർവേദത്തിൽ പഞ്ചകർമ്മ വരെ ഡീടോക്സിൻ്റെ മെത്തേഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ഇത് തികച്ചും തെറ്റായൊരു കാര്യമാണ്, കൂടാതെ അപകടകരവും. നമ്മുടെ ശരീരത്തിൻ്റെ ഡീടോക്സിന് വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. ഡീടോക്സ് നമ്മുടെ ഹെൽത്ത് റീസ്റ്റോർ ചെയ്യാൻ സഹായിക്കും. ഡീടോക്സ് വളരെ സേഫാണ്. ഡീടോക്സിലൂടെ വെയിറ്റ് കുറക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഇത്തരം ക്ലെയിമുകളെ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസയോഗ്യമായ ഒരു പഠന റിപ്പോർട്ട് പോലും ഇല്ല എന്നതാണ് സത്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെത്തുന്ന എല്ലാ ടോക്സിൻസിനെയും വിഘടിപ്പിച്ചോ അല്ലാതെയോ പുറന്തള്ളാനുള്ള കഴിവ് നമ്മുടെ കിഡ്നി, സ്കിൻ, ലങ്സ്, ലിവർ, ഗട്ട്സ് എന്നീ ഓർഗൻസിനുണ്ട്. അവയ്ക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ നമുക്ക് ടോക്സിസിറ്റി വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഒരു മെഡിക്കൽ ഡോക്ടറുടെ സഹായം എടുക്കേണ്ടതാണ്. കെമിക്കൽസ്, ടോക്സിൻസ്, ഡീടോക്സിഫിക്കേഷൻ എന്നൊക്കെയുള്ള നല്ല വെയിറ്റുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ വീണു പോകും. അവിടെയാണ് പ്രശ്നം. പിന്നെ അവർക്ക് തോന്നുന്ന ഓരോ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവോ മറ്റു തെളിവുകളോ ഇല്ലാതെ നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ഇതിലൂടെ അവർ ചെയ്യുന്നത്. ഇത് തികച്ചും തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപകടകരമാണ്. ഇത്തരം ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തു കളയുന്ന സ്യൂഡോ പരിപാടികൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഡീടോക്സിൻ്റെ ഗ്ലോബൽ മാർക്കറ്റ് മാത്രം നോക്കിയാൽ മതി. 2023 ഈ ഡീടോക്സ് മാർക്കറ്റ് $56 ബില്യൺ ആയിരുന്നു. 2033 അത് $90 ബില്യൺ ആകുമെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഈ ഡീടോക്സൊക്കെ ഫോളോ ചെയ്യുന്നവരോട് നിങ്ങളിത് എന്തിന് ഫോളോ ചെയ്യുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിനവർ പല കാരണങ്ങൾ പറയും. ചിലർ പറയും ഇത് ഡീടോക്സ് ചെയ്യുമ്പോൾ അവർക്കൊരു സുഖം കിട്ടുന്നു, ചിലത് വെയിറ്റ് കുറഞ്ഞതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു എന്ന് പറയും. പ്രത്യേകിച്ച് ഈ കോളനിക് ഇറിഗേഷൻ ചെയ്യുന്ന അവർക്കൊക്കെ ഇതിൽ പലതും അവർക്ക് തോന്നുന്നത് മാത്രമാണ്. കൊളോണിക് ഇറിഗേഷൻ വഴി വെയിറ്റ് കുറഞ്ഞാലും വീണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ വെയിറ്റ് പഴയതുപോലെ ആവും. ചില സെലിബ്രിറ്റീസും യോഗ, ആയുർവേദ, നാച്ചുറോപ്പതി ഇവയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ പറയുമ്പോൾ ശരിയായിരിക്കാമെന്ന് കരുതിയായിട്ടാണ് മറ്റു പലരും ഇത് ചെയ്യുന്നത്. ഡീടോക്സിഫിക്കേഷൻ ഡയറ്റും ഇത്തരം പരിപാടികളും സയൻസ് ഓൾറെഡി റിജക്റ്റ് ചെയ്ത കാര്യമാണെങ്കിലും ഡീടോക്സിൻ്റെ വീഡിയോകൾക്കിടയിൽ ഈ തട്ടിപ്പിനെ തുറന്നു കാണിക്കുന്ന വീഡിയോകളൊക്കെ നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഗൂഗിളും യൂട്യൂബും ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന വീഡിയോകളായിരിക്കും നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരിക. ഇനി പറയുന്നത് ശരിക്കും മനസ്സിലാക്കുക. ഡീടോക്സിഫിക്കേഷൻ എന്നൊരു പ്രൊസീജിയർ മെഡിക്കൽ സയൻസിലുണ്ട്. അപകടകരമായ ചില അവസ്ഥകളിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ സൂപ്പർവിഷനിൽ ചെയ്യുന്നവ. അത് ചിലപ്പോൾ ആൽക്കഹോളിൻ്റെ അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ ഓവർഡോസ്, അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അകത്തെത്തിയ വേറെ ഏതെങ്കിലും പോയിസൺ അല്ലെങ്കിൽ ഫുഡ് പോയിസൺ. ഇത്തരം സന്ദർഭങ്ങളിൽ ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ വെച്ച് ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ മരുന്നിലൂടെയോ അല്ലെങ്കിൽ മറ്റ് തെറാപ്പിയിലൂടെയോ രോഗിയുടെ ജീവൻ രക്ഷിച്ചെടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഡീടോക്സിഫിക്കേഷൻ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കൊരു ഡീടോക്സിഫിക്കേഷൻ ആവശ്യമായിട്ട് വരും. ഇവിടെ ഒരാളുടെ ജീവൻ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഡീടോക്സിഫിക്കേഷൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഡീടോക്സിഫിക്കേഷൻ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇതിൻ്റെ കൂടെ പറയേണ്ട വേറൊന്നാണ് ഫാറ്റി സെൽസിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ടോക്സിൻസ്. ഫാറ്റ് സെൽസിനാൽ നിർമ്മിക്കപ്പെട്ട ടിഷ്യൂസിനെയാണ് നാം ആഡിപ്പോസ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഫാറ്റ് അഥവാ എനർജി സ്റ്റോർ ചെയ്യുന്നതോടൊപ്പം മറ്റു ചില പ്രോപ്പർട്ടീസും ആഡിപ്പോസ് ടിഷ്യൂസിനുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്ന POP അഥവാ പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻറ്റിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. POP എന്ന് പറയുന്ന പൊല്യൂട്ടൻസ് മറ്റ് പൊല്യൂട്ടൻസിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾ ഡർട്ടി ഡസൻ പെസ്റ്റിസൈഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. DDT ഒക്കെ അതിൽപ്പെടുന്നതാണ്. മിക്കവാറും POPs എല്ലാം തന്നെ നിരോധിക്കപ്പെട്ടതോ അല്ലെങ്കിൽ വളരെ കൺട്രോൾഡായ സിറ്റുവേഷൻസിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇത്തരം POPs നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ പെട്ടെന്ന് തന്നെ വിഘടിച്ചു പോവുകയോ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയോ ചെയ്യില്ല. അത് നമ്മുടെ പല ഓർഗൻസിലേക്കും എത്തുന്നതിന് മുമ്പ് ആഡിപ്പോസ് ടിഷ്യൂസിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും അങ്ങനെ നമ്മുടെ ഓർഗൻസിനെ POPയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരാൾ പെട്ടെന്ന് ഭക്ഷണം കുറച്ച് അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങിലേക്ക് പോയി വെയിറ്റ് വളരെ കുറക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ആഡിപ്പോസ് ടിഷ്യൂസിലെ ഫാറ്റ് യൂസ്ഡ് അപ്പ് ആവുന്നതോടൊപ്പം തന്നെ നേരത്തെ സ്റ്റോർ ചെയ്യപ്പെട്ട POPs ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടും. ഇത് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്.
ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം ചില ഡീടോക്സ് വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ പറയുന്നത് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂസിൽ അല്ലെങ്കിൽ ഫാറ്റ് ടിഷ്യൂസിൽ ഒരുപാട് പൊല്യൂട്ടൻസ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഡീടോക്സ് ഡയറ്റൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ റിലീസ് ആവുമെന്നാണ് അവർ പറയുന്നത്. നേരെ തിരിച്ചാണ്, അത് റിലീസ് ചെയ്യുന്നതാണ് അപകടകരം. അതുകൊണ്ട് ആ പറയുന്ന അവരുടെ ക്ലെയിമും തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വെയിറ്റ് കുറയ്ക്കാനോ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഡീടോക്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഗട്ട് ക്ലെൻസിങ് തീർച്ചയായും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പണവും സമയവും ആരോഗ്യം നഷ്ടപ്പെടുമെന്നല്ലാണ്ട് യാതൊരു ഗുണവും ലഭിക്കില്ല. നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നല്ല നോളജബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമായിട്ട് നിങ്ങൾക്കിത് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷനെ കുറിച്ചുള്ള പീർ റിവ്യൂഡ് ആയിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾസ് പഠിക്കാം. ശ്രദ്ധിക്കണം, പീർ റിവ്യൂഡ് ആയിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾ തന്നെ പഠിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഠനത്തിലോ തെളിയിച്ചോ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ആരോഗ്യത്തോടെ ഇരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, ബാലൻസ്ഡ് ഡയറ്റ് ശീലമാക്കുക, അസുഖം വരുമ്പോൾ ഒരു നല്ലൊരു മെഡിക്കൽ ഡോക്ടറുടെ സേവനം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോലുള്ള ചതിക്കുഴികളിൽ നിന്നൊക്കെ മാറി നടക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക്സ് ഫോർ ലിസണിങ്.